നഗരസഭയുടെ നിർവഹണം ഏകപക്ഷീയമായി കൈയാളുന്ന വിവാദ കൗൺസിലർ ബിനു പുളിക്കണ്ടത്തിനോട് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇതാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു പിഞ്ചു ബാലികയെ, അതും സ്വന്തം മകളെ മുന്നിൽ നിർത്തി നാറിയ കളി കളിക്കുന്നത് ആ മകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. പിതാവിനെ അമിതമായി വിശ്വസിക്കുന്ന, അനുസരിക്കുന്ന, രാഷ്ട്രീയ കളികൾക്ക് കൂട്ടുനിൽക്കുന്ന നഗരസഭ അധ്യക്ഷയായ മകൾ ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം സ്വന്തം അച്ഛനല്ലേ. മറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? രാഷ്ട്രീയത്തിൽ ഇതുപോലെയുള്ള കളികൾ സർവ്വസാധാരണമാണെങ്കിലും കേവലം പ്രായപൂർത്തിയായ ഒരു മകളെ മുന്നിൽ നിർത്തി ഒരു പിതാവ് ഇതുപോലത്തെ കളി കളിക്കാറില്ല, കളിച്ചിട്ടുമില്ല. സമൂഹത്തിൽ നിലവാരം കുറഞ്ഞ ചില സ്ത്രീകളെ മുന്നിൽ നിർത്തി ഇതുപോലെയുള്ള കളികൾ ചില രാഷ്ട്രീയ നേതാക്കൾ കളിക്കാറുണ്ടെങ്കിലും ഒരു മകളെ മുന്നിൽ നിർത്തി ഒരു പിതാവ് തങ്ങളെ പിന്തുണയ്ക്കുന്ന മറ്റൊരു കൗൺസിലറെ ചൊൽപ്പിടിയിൽ നിർത്താൻ ഈ തരത്തിൽ തരംതാണ കളി കളിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളിലും കയറി ഇറങ്ങി ഒടുവിൽ സ്വയം പോരിന് ഇറങ്ങിയിരിക്കുന്ന ബിനു സ്വന്തം മകളുടെ ഭാവിയാണ് ഇരുട്ടിലാക്കുന്നതെന്ന് ഓർക്കണം. ഭാര്യയെ മുന്നിൽ നിർത്തി ഈ രീതിയിലുള്ള കളി കളിച്ചാലും ജനം സഹിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും അവരുടെ പ്രായത്തെ വെച്ച് നോക്കുമ്പോൾ കുറെയൊക്കെ ജനം അംഗീകരിച്ചു തന്നേക്കും. കഴിഞ്ഞ കൗൺസിലിന്റെ ആദ്യം സ്വന്തം മുന്നണിയിലെ ഒരു കൗൺസിലറെ കൗൺസിൽ യോഗത്തിൽ വെച്ച് പരസ്യമായി കുത്തിനു പിടിച്ചതും പിന്നീട് അടിച്ചു വീഴ്ത്തുന്നതും ഈ നാട് കണ്ടതാണ്. പിന്നീട് ഇതേ കൗൺസിൽ കാലത്ത് സഹ കൗൺസിലറുടെ വില കൂടിയ ഒരു എയർപോഡ്, അതും ഐപോഡ് മോഷ്ടിച്ച് വിദേശത്ത് നിന്നും വന്ന ഒരു സ്ത്രീക്ക് ഉപകാര സ്മരണയ്ക്കായി സമർപ്പിച്ച ബിനു പുളിക്കണ്ടത്തിനെതിരെയുള്ള പ്രമാദമായ ഒരു കേസ് ഇപ്പോഴും നിലവിലുണ്ട്. ആസനത്തിൽ ആലുകിളർത്താലും അതൊരു തണലായി കൊണ്ടു നടക്കുന്ന ചിലർക്ക് ഇതെല്ലാം ഒരു എക്സ്ട്രാ യോഗ്യതയാണ്. അന്ന് കപ്പിനും ചുണ്ടിനും ഇടയിൽ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം അദ്ദേഹം തന്നെ പറയുന്ന കാവ്യനീതിയുടെ പേരിൽ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയത്. എന്നിട്ടും കൂടെ നിന്നവരോട് യാതൊരു ബഹുമാനവും കാണിക്കാതെ അവരുടെ പാർട്ടി സംസ്ഥാന നേതാക്കന്മാർക്ക് സമ്മാനങ്ങൾ നൽകി കൂടെ നിർത്തിക്കൊണ്ട് നടത്തുന്ന കളി എത്ര നാൾ മുന്നോട്ട് പോകും? അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ആരും ആരുടെയും അടിമ അല്ലെന്നുള്ളതാണ്. പാലായിലെ കോൺഗ്രസ് മുനിസിപ്പൽ കൗൺസിലർമാരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഏത് നേതൃത്വം പറഞ്ഞാലും, അതായത് സാക്ഷാൽ രാഹുൽ ഗാന്ധി ഇടപെട്ട് പറഞ്ഞാൽ പോലും രാജിവെച്ച് വീട്ടിൽ പോകേണ്ടി വന്നാലും ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നുള്ളതാണ്. അത് ആണത്തമുള്ള നിലപാട് തന്നെ. ചെയർപേഴ്സണായി മകളെ തന്നെ പിന്തുണയ്ക്കുന്ന കൗൺസിലർക്കെതിരെ പാലാ പോലീസിൽ നൽകിയ മോഷണ പരാതിയിൽ ഓഫീസിൽ മൊഴിയെടുക്കാൻ വന്ന പോലീസുകാരെയും കൗൺസിലറെയും പ്രതിയാക്കി കേസ് കൊടുത്തിരിക്കുന്നത് വിചിത്രമായ കാര്യം തന്നെയാണ്. അത് മകളുടെ വാച്ച് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്നെല്ലാം പറയുന്നത് ആര് വിശ്വസിക്കാനാണ് ബിനു? മകൾ വാച്ച് അഴിച്ചു വെക്കുന്നത് ഓഫീസിലോ അല്ലെങ്കിൽ മേശവലിപ്പിലോ വല്ല ആണോ? എവിടെയാണ്? മേശവലിപ്പിൽ തന്നെ ആയിരിക്കും, അല്ലാതെ മേശപ്പുറത്തായിരിക്കില്ല. ബിനു പുളിക്കണ്ടമായതുകൊണ്ട് തന്നെ പറയുന്നതെല്ലാം പച്ച നുണയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. നിങ്ങൾ ആദ്യം മാറ്റിവെക്കേണ്ടത് നിങ്ങളുടെ അഹങ്കാരം തന്നെയാണ്. നിങ്ങളിൽ കഴിഞ്ഞ ഒരാൾ പാലയിൽ ജനിച്ചിട്ടില്ല എന്നുള്ള നിങ്ങളുടെ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അത് മാറ്റിവെച്ച് കുറച്ചുകൂടി എളിമപ്പെട്ട് കളത്തിലിറങ്ങാൻ ശ്രമിക്കുക. ഐ ആം ദി സ്റ്റേറ്റ് എന്ന് ഫ്രാൻസിലെ ലൂയി 14 പറഞ്ഞതുപോലെ പാലായിലെ എല്ലാം ഞാനാണെന്ന് ബിനു സ്വയം വിശ്വസിക്കുന്നു. ഒന്ന് മനസ്സിലാക്കുക, ഒരുത്തന്റെയും പിതൃസ്വത്തല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരുത്തന്റെയും തന്തയുടെ വകയല്ല പാല. ഇന്ന് കാണുന്ന പാലയുടെ പിതൃത്വം പാലായിലെ ഓരോ ജനത്തിന്റെയുമാണ്. നിങ്ങളൊരു രാഷ്ട്രീയ ബുദ്ധിജീവിയാണെന്ന മട്ടിലുള്ള പെരുമാറ്റം ചിലരൊക്കെ സഹിച്ചേക്കും, പൊതുജനം അംഗീകരിക്കില്ല. കോൺഗ്രസും കേരള കോൺഗ്രസും കൂടി ഒരു നിമിഷം വൈരാഗ്യം മാറ്റിവെച്ച് ഒന്നിക്കാൻ തീരുമാനിച്ചാൽ തീരുന്ന ആയുസ്സേ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്കുള്ളൂ. സത്യത്തിൽ പാല കോൺഗ്രസിനെ രണ്ട് കൈയും കൂട്ടി തൊഴുകയാണ്. ഒരു തെമ്മാടിയുടെയും ചവിട്ടും തൊഴിയും കൊള്ളാനുള്ള പാർട്ടി അല്ലെന്ന് ഭരണപക്ഷത്തെ 6 കൗൺസിലർമാരും തെളിയിച്ചു. നിങ്ങളാണ് പാലായിലെ താരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലായിൽ അവിശുദ്ധ കൂട്ടുകെട്ടിന് രൂപം നൽകാൻ കൊടുത്ത കാപ്പന് കൊടിയുമില്ല, പാർട്ടിയുമില്ല, DAക്ക് ചെയർമാനുമില്ലെന്ന സ്ഥിതിയാണ്. പുളിക്കണ്ടം ഫാമിലി ബൂത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ലീഡ് ചെയ്തതോടെ ഇവരുടെ കൂറ് നാട്ടുകാർക്കും പിടികിട്ടി. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല, ഗണപതിക്കുള്ളത് കാക്ക കൊത്തുകയുമില്ല. ഇതാണ് ബിനു ശരിയായ കാവ്യനീതി. കപ്പനും ചുണ്ടിനുമിടയിൽ കരാർ എഴുതി വെച്ച വൈസ് ചെയർമാൻ പദവിയും ബിനുവിന് ഇല്ലാതാവുകയാണ്. ബിനുവിന്റെ ഭീഷണിയിൽ മനംനൊന്ത് കണ്ണീരോടെ വനിതാ കൗൺസിലർ യോഗം ബഹിഷ്കരിച്ചതും സഹ കൗൺസിലറെ കയ്യേറ്റം ചെയ്തതും എല്ലാം താരപരിവേഷമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് ബിനു കരുതുന്നുണ്ടാകും. ബിനുവിന്റെ ഏകാധിപത്യവും ഭീഷണിയും ഗുണ്ടായുസവും കാവ്യനീതിയും എല്ലാം ഇരട്ടി വെളുത്തപ്പോൾ പുകയായി. അങ്ങനെ പവനായി ശവമായി. ഒരു മനുഷ്യൻ നാണം കെടുന്നതിനും ഒരു പരിധിയുണ്ട്, ഇതതുമില്ല.
കോളേജ് ഡേ കലക്കാൻ രാത്രിയിൽ ഓഡിറ്റോറിയത്തിൽ ചീമൊട്ട എറിഞ്ഞത് ഉൾപ്പെടെയുള്ള ബിനുവിന്റെ യൗവനകാലം മുതലുള്ളത് എല്ലാം ചർച്ചയാവുകയാണ്. പാലക്കാർക്ക് കേട്ടിരിക്കാനും ചിരിക്കാനും ഒരു വകയായി. ദിയയ്ക്ക് കൈകൊടുത്ത വിശ്വകുരുക്കളും സംരക്ഷിക്കുമെന്ന് പറഞ്ഞവരും ഇന്നില്ല. തങ്ങളുടെ ബൂത്തിൽ LDF ലീഡ് ചെയ്തപ്പോഴേ താങ്ങിയവർക്ക് കാര്യം പിടികിട്ടി. BJP വോട്ട് വർദ്ധിച്ചപ്പോൾ എല്ലാം പൂർത്തിയായി. UDF താങ്ങലും BJP ബന്ധവും അടക്കം മൊത്തം ഇരട്ടത്താപ്പും ജനത്തിന് മനസ്സിലായി. അങ്ങനെ പൂച്ചു പുറത്തായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ വാങ്ങാമെന്ന ധാരണയിലാണ് കളി നടത്തുന്നതെങ്കിൽ LDF അതിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. തങ്ങളുടെ മുഴുവൻ വൃത്തികെട്ട കളിയും അവർ ഗ്യാലറിയിൽ ഇരുന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അവരെ നിങ്ങളെ കൊണ്ട് കുറെ അനുഭവിച്ചതാണ്. ബിനുവിന് ഏത് വൃത്തികെട്ട കളിയും കളിക്കാം. പക്ഷേ ഒരു കല്യാണപ്രായമായ ഒരു പെൺകുട്ടിയെ മുന്നിൽ നിർത്തി ഈ കളി കളിക്കരുതായിരുന്നു. ആ പെങ്കൊച്ചിനെ കൊണ്ട് പോലീസിൽ നൽകിയ പരാതി എല്ലാവരുടെയും കയ്യിലുമെത്തി. വിദ്യാസമ്പന്നയായ ചെയർപേഴ്സണ് നേരെ ചൊവ്വേ മലയാളം പോലും എഴുതാൻ അറിയില്ലെന്നാണ് ആ പരാതി കണ്ടവർ പറയുന്നത്. അവർക്കറിയില്ലല്ലോ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെന്ന്. ഇതേ പ്രായത്തിലുള്ള പെൺമക്കൾ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് പറയുക, കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്കുക. ബിനു പറഞ്ഞ വാക്ക് പാലിക്കണം. ഒരംഗം കൂടി വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ രാജിവെച്ചൊഴിയുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്തുണച്ച 6 പേർ ഒന്നിച്ചാണ് വിശ്വാസമില്ലെന്ന് പറഞ്ഞതും പരസ്യപ്പെടുത്തിയിരിക്കുന്നതും. എത്രയും വേഗം ചെയർപേഴ്സണായ മകളെ കൂടുതൽ അപമാനിത ആക്കാതെ രാജിവെപ്പിക്കുക.